ഭാരത് പെട്രോളിയം പമ്പ്. ഈ തിരുവാങ്കുളത്തുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പ് ഒരുപാട് പഴയതാണ്. ഈ മറ്റേ കൊച്ചിൻ റിഫൈനറി ഒക്കെ ഇതിൻ്റെ അണ്ടറിലാണ്, ഭാരത് പെട്രോളിയത്തിൻ്റെ അണ്ടറിലാണ്. എനിക്ക് തോന്നുന്നത് കൊച്ചിൻ റിഫൈനറി തുടങ്ങിയ സമയത്ത് വന്ന പമ്പുകളൊക്കെ ആയിരിക്കും. തൃപ്പൂണിത്തുറ അതിന് തൊട്ട് ചേർന്ന് ഇവിടുന്ന് 2 or 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ കൊച്ചിൻ റിഫൈനറിയിട്ട്, അല്ലേ? 3 or 4 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇത് തിരുവാങ്കുളമല്ല, തിരുവാങ്കുളത്തുനിന്ന് കൊച്ചിൻ റിഫൈനറിയിലേക്ക് 3 കിലോമീറ്റർ മാക്സിമം ആണ് ഇവിടുന്ന്. ഇത് ആദ്യകാലത്ത് തുടങ്ങിയ പമ്പുകളാണ് ഇത്, ഭാരത് പെട്രോളിയത്തിൻ്റെ. ഗവൺമെൻറ് ഓയിൽ കമ്പനീസ് 3 എണ്ണമുള്ള: ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ലെഫ്റ്റ് അധികം ചേർക്കണ്ട, ബൈക്കുകാർ മിക്കവാറും ലെഫ്റ്റ് വഴിയായിരിക്കും പോകുന്നത്. അവർക്കുള്ള സ്പേസ് ഇട്ട് കൊടുത്തേക്കാം. ഈ തിരുവാങ്കുളത്ത് എന്നും ബ്ലോക്കാട്ടോ. അതൊരു തിരുവാങ്കുളത്തിൻ്റെ ഇഷ്യൂ ഇതുവരെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോട്ടയത്ത് നിന്നുള്ള പാർഷ്യൽ ഇതുവഴിയാണ്. ഇടുക്കിയിൽ നിന്നുള്ള ട്രാഫിക്കും കോട്ടയത്ത് നിന്നുള്ള ട്രാഫിക്കും, 2 ട്രാഫിക് ഇവിടെ കയറി വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം വഴി ഏറ്റുമാനൂർ വഴി കോട്ടയത്തിന് പോകാം. നേരെ പോയി കഴിഞ്ഞാൽ ആദ്യം വേറൊരു സ്ഥലം ചോറ്റാനിക്കര വഴി, വൈക്കം വഴി, ഏറ്റുമാനൂർ വഴി കോട്ടയത്തിന് പോകാം. നേരെ പോയാൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ പുത്തൻകുരിശ്, കോലഞ്ചേരി, മൂവാറ്റുപുഴ വഴി. മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ മറ്റേ ഇടുക്കിയുടെ ഒരു ഗേറ്റ് വേ ആണ്. മൂവാറ്റുപുഴയും കോതമംഗലം ഇടുക്കിയുടെ ഗേറ്റ് വേസ് എന്നറിയപ്പെടുന്നത്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഗേറ്റ് വേ ടു ഇടുക്കിയാണ് മൂവാറ്റുപുഴയും കോതമംഗലവും. പോലീസുകാരൻ ആരുമില്ല. ട്രാഫിക് ലൈറ്റ് വയ്ക്കുകയാണെങ്കിൽ സംഗതി ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല, ബ്ലോക്ക് ഉണ്ടാവില്ല. പോലീസുകാരെ എവിടെ വെച്ചാലും ബ്ലോക്ക് ആയിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ട്രാഫിക് ലൈറ്റ് വെച്ച സ്ഥലങ്ങളിൽ അത്ര വലിയ ബ്ലോക്കില്ല. അത് സയൻറ്റിഫിക് ആയിട്ട് അത് ഇത്ര ടൈമിൽ ഇത്ര സെക്കൻഡ് വിടും, ഇത്ര ടൈമിൽ ഇത്ര സെക്കൻഡ് ആൾ വിടും, അങ്ങനെ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഒരു ട്രാഫിക് ഫ്ലോ കണക്കാക്കി പല ദിവസത്തെ ട്രാഫിക് ഫ്ലോ നോക്കി ആണ് ഇത് പ്രോഗ്രാം ചെയ്തിരുന്നത്. അപ്പോൾ ഈ ട്രാഫിക് ലൈറ്റ് വെച്ച സ്ഥലങ്ങളിലൊന്നും അത്ര വലിയ ബ്ലോക്ക് ചെയ്യാൻ കണ്ടിട്ടില്ല. എന്നാൽ പോലീസുകാർ നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്ക് കാണുന്നുണ്ട്. നാഷണൽ ഹൈവേ കൊച്ചി മൂന്നാർ. ഇതിൻ്റെ നമ്പർ 85 ആണോ?
ഇടയ്ക്കിടയ്ക്ക് നാഷണൽ ഹൈവേയുടെ നമ്പറുകൾ മാറ്റും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിൻ്റെ നമ്പറുകൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരവണഭവൻ ഒറിജിനൽ ശരവണഭവൻ അല്ല കേട്ടോ, ഇത് ശ്രീ ഹരി ശരവണഭവൻ എന്ന് ചെറുതായിട്ട് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. ശ്രീ ഹരി ശരവണഭവൻ എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ ശരവണഭവൻ അല്ല, അത് വേറെ ഒരു ശരവണഭവൻ. മറ്റേ ഇൻ്റർനാഷണൽ ചെയിനായിട്ടൊരു ബന്ധമില്ല അതിന്. ആ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കണ്ട വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഒരു മണോടെ ഞാൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ഒരു തവണ കയറാറുള്ളൂ, സെക്യൂരിറ്റി റീസൺ കാരണം. റിപ്പീറ്റഡ് ആയിട്ട് കയറാറില്ല റെസ്റ്റോറൻറ്റുകളിൽ. എപ്പോൾ കയറി കഴിഞ്ഞാൽ പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് നാളെ ആസ്റ്ററി മറ്റേ ഇവിടെ പോയപ്പോൾ ആസ്റ്ററി പോയപ്പോൾ 4 തവണ അടുപ്പിച്ച് കയറി പണി കിട്ടി. എവിടെയാ? നമ്മുടെ പാരഗൺ റെസ്റ്റോറൻറ്റിൽ ചിക്കൻ ബിരിയാണി, ഒരു തവണ മട്ടൻ ബിരിയാണി, 3 തവണ ചിക്കൻ ബിരിയാണി മേടിച്ച്. 4ാമത്തെ ഏറ്റവും ലാസ്റ്റ് മേടിച്ചു അന്ന് ചിക്കൻ ബിരിയാണി മേടിച്ചു. അതിലാണ് പണി കിട്ടിയത്. ചിക്കൻ ബിരിയാണിയിലാണോ അവർ കൊണ്ടുവന്ന് വെള്ളത്തിലാണോ പണി വന്നതെന്നറിയില്ല. CRS ലോറി എപ്പോഴും ഇവിടെ കാണാറുണ്ടല്ലോ. CPS സേഫ് അല്ല. ഇവിടെ നല്ല വളം, എനിക്ക് അറിയാവുന്ന സ്ഥലം. അമ്മയുടെ സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്റർ ഇവിടെയാണ്. പുള്ളി റിഫൈനറി ഭാഗത്തെങ്ങാണ്ട് അറിഞ്ഞു പുള്ളിൻ്റെ സ്ഥലം. പുള്ളി ആ സ്ഥലം എടുത്ത് പോയിട്ട് മേടിച്ചത് ഇവിടെയാണ്. നല്ല സാറാണ്, മത്തായി സാറിനല്ലേ സാറിൻ്റെ പേര്, മറന്നു കഴിഞ്ഞു. സാറ് മരിച്ചുപോയ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാകും മമ്മീനെ കൊണ്ട്. സാറിന് എൻ്റെ കല്യാണത്തിന് അവർ വീട്ടിലേക്ക് വന്നായിരുന്നു അന്ന്, സാറും വൈഫും. കാരണം ആൽബത്തിൽ അവരുടെ ഫോട്ടോ ഉണ്ട്, സാറും വൈഫും ഒക്കെ ആയിട്ട് അന്ന് വീട്ടിലേക്ക് വന്നായിരുന്നു. തരില്ല നീ അമ്മമാർ, എത്ര ഓണടിച്ചാലും അമ്മമാർ വഴി സൈഡ് തരില്ല.
അടിക്കണത് എല്ലാവരും കുത്തിക്കയറ്റാൻ വരുമ്പോഴാണ്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വഴി തരാതെ ഒരുത്തും വട്ടം കുറേ നേരം നടക്കുമ്പോഴാണ് അടിക്കുന്നത്. കൂടുതലും ആളുകൾ കുത്തിക്കയറ്റാൻ വരുമ്പോഴാണ് അങ്ങനെ പെട്ടെന്ന് ഈ റോഡ് സൈഡിൽ നിന്ന് ആളുകൾ റോഡിലേക്ക് കയറ്റാൻ നോക്കും. ഇപ്പോൾ കണ്ടില്ലേ, പുള്ളി നോക്കാതെ കയറി തന്നെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അതേ. ഇപ്പോൾ അവിടെ ഒരുത്തൻ ഇപ്പം ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി, ഈ ഒരു ആൾ നടന്ന് ഇങ്ങോട്ട് വന്നു. ഞാൻ അധികം ഓൺ അടിക്കണം, അധികം ആളുകൾ നമ്മുടെ വണ്ടിയുടെ മുമ്പിലേക്ക് ക്രോസ് ചെയ്യാൻ നോക്കുമ്പോഴാണ്. കൂടുതലും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ക്രോസ് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിക്കില്ല. അവരെന്തെങ്കിലും മൊബൈൽ ഫോൺ സംസാരിച്ചോ ആരോടെങ്കിലും വർത്താനം പറഞ്ഞോ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരിക്കും. ഒറ്റയ്ക്ക് നോർമലി ആളുകൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇഷ്യൂ വരാറില്ല. ഇപ്പോൾ ആ ലോറിക്കാരൻ ചുമ്മാ മനഃപൂർവ്വം വിടാതെ നോക്കുന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഓവർടേക്ക് ചെയ്യാൻ നേരത്തെ ഒന്ന് പതുക്കെ ഓണടിച്ചിട്ട് ഓവർടേക്ക് ചെയ്യണം എപ്പോഴും സേഫ്. കാരണം നമ്മൾ വരുന്നുണ്ടെന്നുള്ള ബാക്കിൽ നിന്നുള്ള ഫ്രണ്ടിലുള്ള നവേടെ എല്ലാവരും കാര്യം ട്രാഫിക് റൂൾസ് ഫുൾ ടൈം ക്യാമറയിൽ നോക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും എപ്പോഴും ക്യാമറയിൽ നോക്കില്ല. അപ്പോൾ നമ്മൾ ഓൺ അടിക്കുമ്പോൾ അവൻ അവെയർ ആവും നമ്മൾ ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാന്നുള്ളത്. എന്നാൽ സേഫ് ഡിസ്റ്റൻസിൽ ഓവർടേക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഓൺ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തേക്കൂടെ പോകുമ്പോൾ ഓണടിച്ച് ഓവർടേക്ക് ചെയ്യണമെന്നാണെന്ന് തോന്നുന്നു. ട്രാഫിക് റൂളിൽ മറന്നുപോയി. അതൊക്കെ പണ്ട് പോകുമ്പോൾ നോക്കിയത് പഠിച്ചതല്ലേ. X5 BMW ആണ്. X5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 7 സീരീസിൻ്റെ ആണോ 5 സീരീസിൻ്റെ ആണോ ഇതിൻ്റെ സസ്പെൻഷൻ അറിയില്ല, അത് മറന്നു കേട്ടു. X7 അല്ലേ 7 സീരീസിൻ്റെ? X5 5 സീരീസ് X3 3 സീരീസ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല, അത് ഞാൻ മറന്നു പോയി. എൻ്റെ എങ്ങനെയാണ് അവർ അതേ ബോളോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഹൈ എൻഡ് വണ്ടികൾ കാണും ഇവിടെ. എന്നാലും ഭൂരിഭാഗം ഇവിടെ ഉള്ളത് മാരുതി ആയിരിക്കും. പിന്നെ ടാറ്റ, മഹീന്ദ്ര, ടൊയോട്ട. മാരുതി എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി. ഗൾഫിൽ ഏറ്റവും സെയിൽസുള്ള 2 വണ്ടികൾ ടൊയോട്ടയും നിസാനാണ്. അതിനിവിടെ അത്ര സെയില് ടൊയോട്ടയ്ക്ക് അത്യാവശ്യമുണ്ട്, നിസാന് അത്ര ക്ലച്ച് പിടിച്ചിട്ടില്ല നമ്മുടെ ഇന്ത്യയിൽ. ഗൾഫിൽ ഞാൻ എവിടെ നോക്കിയാലും ഈ ടൊയോട്ടയും നിസാനും ഉള്ളൂ, വേറെ ഒരു വണ്ടി. ഞാൻ ഉണ്ടാകുന്ന സമയം, അതായത് 95-നും അബുദാബിയിൽ കുറച്ചും കൂടെ ഹൈ എൻഡ് വണ്ടികൾ കാണാറുണ്ട്, ഈ ജർമ്മൻ വണ്ടികളില്ലേ. അപ്പോൾ ഈ ദുബായിയുടെ കാര്യം പറയുന്നത്, ദുബായിൽ സാധാരണ ഈ ടൊയോട്ട നിസാന് ഒരു 95-ൽ ഞാനവിടെ ഉണ്ടായിരുന്നില്ല, 97 മുതലാണ് ദുബായിൽ. 95 96 അന്ന് അബുദാബിയിലാണ്, 97 മുതൽ ദുബായിലും. 95 96 അബുദാബിയാണ്.